പടയപ്പയാണോ പാമ്പാടി രാജനാണോ കൂടുതൽ എന്നോട് തന്നെ ചോദിക്കണത്. അരിക്കൊമ്പനെ അവനെ കാട്ടിലേക്ക് ഇട്ടിടണം, അവൻ കാടിന്റെ മകനാണ് എന്ന് പറഞ്ഞിട്ട് പകല് മുഴുവൻ അരിക്കൊമ്പന് വേണ്ടി വായിച്ചിട്ട് പിറ്റേ ദിവസം അമ്മേ ഞാനൊന്ന് തൃശ്ശൂർ പോയിട്ട് വരും, പൂരം എൻ്റെ രാമൻ തിടമ്പേറ്റിരിക്കുന്നതാണ് എന്ത് ഭംഗിയാന്ന് പറയുമ്പോൾ അത് രണ്ടും രണ്ട് സൈഡല്ലേ. കാരണം നിങ്ങൾ ഈ കൊടുക്കുന്ന അരിക്കൊമ്പന് കൊടുക്കുന്ന അതേ സ്നേഹം നിങ്ങൾ രാമനും കൊടുക്കണം. ആനയാണ്, വൈൽഡ് ലൈഫാണ്. അത് വലിയൊരു ടോപ്പിക്കാട്ടോ. കേരളത്തിൽ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞ ഒരു വികാരമാണ്. അത് ഹിന്ദുവിന്റെ മാത്രം വികാരമൊന്നുമല്ല, എല്ലാവരും വികാരം. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ എല്ലാ മലയാളികളുടെ ഒരു വികാരമാണ്, യാതൊരു സംശയമില്ല. ഏതെങ്കിലും ഒരു ലൈഫ് ടൈം ഷോട്ട് മിസ്സായിട്ട് അങ്ങനെ എന്തെങ്കിലും ഷോട്ട് മിസ് എല്ലാം കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. ലൈഫ് ടൈം ഷോട്ടല്ല, എനിക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യം പറയാം. ഞാൻ മസായ്മാറിൽ പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് സെർവൽ ക്യാറ്റ് എന്ന് പറഞ്ഞ ഒരു ക്യാറ്റുണ്ട്, സെർവൽ ക്യാറ്റ്. സെർവൽ ക്യാറ്റ് അതിന് സൺറൈസിൽ മോർണിംഗിൽ കുറേ ഷോട്ട് കിട്ടി എനിക്ക്. അടിപൊളി ഷോട്ടായിരുന്നു. ബാക്ക് ഇൻ 2017 എന്ന് തോന്നുന്നു. അടിപൊളി ഷോട്ട്. അപ്പോൾ ഞാൻ തിരിച്ച് റിട്ടേൺ വരുന്നത് ദുബായ് എയർപോർട്ട് വഴിയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ട്രാൻസ്ഫർ ചെയ്യാന്നൊക്കെ വിചാരിച്ച് എന്തൊക്കെ എടുത്തു, അതൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അവിടെ കാർഡൊക്കെ എടുത്ത് നോക്കിയപ്പോൾ കാർഡ് കാണാനില്ല. അടിച്ച കാർഡേ കാണാനില്ല. ഒരു ദിവസം അടിച്ച കാർഡ് ഫുള്ള് മിസ് ചെയ്യാം. ആ കാർഡ് എൻ്റെ ഫുള്ള് പോയി. ഇപ്പോഴും ഞാൻ കിട്ടിയിട്ടില്ല എനിക്ക്. അതിലുണ്ടായിരുന്ന ഫോട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവൽ ക്യാറ്റ് സണ്ണിന്റെ ഇതില് ഭയങ്കര റെയർ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. സെർവൽ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരുപാട് സൈസ് ഒന്നും ഇല്ല. അങ്ങനെയുള്ള കുറെ സീക്വൻസുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി, കയ്യിൽ നിന്ന് പോയി, അത് കിട്ടിയിട്ടില്ല. അതെ, ഇന്നലെ എയർപോർട്ടിൽ പോയി എവിടെ പോയെന്ന് ഇപ്പോഴും ഒരു പിടുത്തില്ല. എൻ്റെ ഇന്ന് കാർഡ് കംപ്ലീറ്റ് ഒരു പെർട്ടിക്കുലർ ഡേ അതോ എൻ്റെ ട്രിപ്പ് ലാസ്റ്റ് ഡേ ആയിരുന്നു ആ ഡേയിലെ കാർഡ്. ബാക്കി ഞാൻ എന്നും രാത്രി വരുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പൊ ഇത് ഞാൻ അന്ന് ട്രാൻസ്ഫർ ചെയ്യില്ലായിരുന്നു, കാർഡ് കണ്ണ് കിടക്കാണല്ലോ. പിന്നെ പിറ്റേ ദിവസം പോകണില്ല. അപ്പൊ അതുകൊണ്ട് ആ കാർഡ് കൊണ്ട് പോകുന്ന അത് പോയി. അത് എവിടെ പോയെന്ന് പിടുത്തില്ല. എനിക്ക് എവിടെ എയർപോർട്ടിൽ വെച്ച് അങ്ങനെ എടുത്തപ്പോഴാണോ എങ്ങനെയാണോ എപ്പോഴാണോ എവിടെയോ ചാടി കിട്ടിയിട്ടില്ല. ആ സാധനം കംപ്ലീറ്റ് പോയി. എന്തായാലും അങ്ങനെ ഷോട്ടുകൾ മിസ്സായെന്ന് പറയുമ്പോൾ അതിനിപ്പോൾ നമുക്ക് എല്ലാ ദിവസങ്ങളും പല ഷോട്ടുകളും പല ട്രിപ്പുകളിലും പോകുമ്പോൾ അതായത് അവർക്ക് കിട്ടി ഇവർക്ക് കിട്ടിയില്ല എന്നുള്ളൊരു സീൻ വരാറുണ്ട്. പക്ഷെ അത് നമ്മൾ നഷ്ടമായിട്ട് കാണാറില്ല. കാരണം അതിപ്പോൾ ദാറ്റ്സ് പ്യൂർലി ബേസ്ഡ് ഓൺ ലക്ക്. നിങ്ങളുടെ ഏറ്റവും ഒരു 2-3 ഫേവറേറ്റ് ഷോട്ടുകൾ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? എനിക്ക് അംബസിലിൽ ഒരു എലഫൻറ്റിൻ്റെ ഷോട്ട് കിട്ടിയിട്ടുണ്ട്. അംബസിലിൽ മോർണിംഗിൽ എലഫൻറ്റ് മാത്രം അങ്ങനെ ലൈറ്റ് ഇങ്ങനെ സൈഡിൽ നിന്ന് ഫോളോ ചെയ്തേക്കണം. നല്ല രസകരമായിട്ടുള്ളൊരു ഫ്രെയിമാണ്. ആ ഒരു ട്രിപ്പ് അംബസിലിലേക്ക് ഞാൻ വരുണുമായിട്ട് ഒരുപാട് ഞാനും വരുണ ആദ്യത്തെ ഒരുമിച്ചായിരുന്നു ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് ഫുള്ള്. അപ്പോൾ ഹീ ഈസ് മോർ ഓഫ് എ ബ്രദർ ഫ്രം അനദർ മദർ എന്നുള്ള ഇതാണ്. അപ്പോൾ ഞങ്ങൾ 2013 ഒരുമിച്ചാണ് ട്രാവൽ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കോവിഡിൻ്റെ കുറച്ച് 2-2.5 വർഷം 3 വർഷം മാത്രമേ ഞങ്ങൾ ട്രാവൽ ചെയ്യാനിരുന്നുള്ളൂ. അവൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിയുടെ ക്രിയേറ്റീവ് തിങ്കിങ് പ്രോസസ്സൊക്കെ ശരിക്കും എന്നിലേക്ക് ഇൻജെക്ട് ചെയ്തതിൽ മെയിൻ റീസൺ പുള്ളിയാണ്. കാരണം പുള്ളിയുടെ ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലെവലാണ്. മനസ്സിലായില്ലേ? പുള്ളി തിങ്ക് ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ ഒരു സാധാരണ ഒരു ആൾക്ക് പെട്ടെന്ന് തിങ്ക് ചെയ്യാൻ പറ്റില്ല ഒരു സബ്ജക്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അവനിൽ നിന്ന് പഠിച്ചേക്കണ കുറേ കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴും നമ്മളിതൊരു സബ്ജക്റ്റ് കാണുമ്പോൾ. അപ്പോൾ ഞങ്ങൾ അന്ന് ബംബസിലിൽ പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുറേ ഭയങ്കര മഞ്ഞ്, സൺറൈസ്, നല്ല ലൈറ്റ്. ആ ലൈറ്റിൽ ഒരു എലഫൻറ്റിനെ കിട്ടി. അതൊരു വൺ ഷോട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. ഞാനത് ഒരുപാട് സെല്ല് ചെയ്തേക്കുന്ന ഒരു ഫോട്ടോയാണ്. സെല്ല് ചെയ്തിട്ടുണ്ടോ? ഞാൻ ആ ഫോട്ടോ ഒരുപാട് സെല്ല് ചെയ്തിട്ടുണ്ട്. ഐ സോൾഡ് ഇറ്റ് ഫോർ 45,000 പെർ ഷോ ഇത്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒറാങ്ങുട്ടാൻ്റെ ഒരു ഫോട്ടോ ഞാൻ NFT എന്ന് പറഞ്ഞ സാധനത്തിൽ വിറ്റത്. NFTയിൽ ഇത്തീരിയം വെച്ചാൽ അന്ന് ഞാൻ വിറ്റത് അത് ഓൾമോസ്റ്റ് 2 lakhs-നാണ് ഒരു ഫോട്ടോ അന്ന് സെല്ല് ചെയ്തത്. NFT ഒരു പോസിബിലിറ്റി ആണല്ലേ? ആയിരുന്നു. ഇപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡെഡ്. തിരിച്ചു വരുമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ അത്ര ആക്റ്റീവ് ഒന്നുമല്ല. ഞാൻ കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത കാരണം നമ്മൾ അതിൽ എന്തൊക്കെയോ ചെയ്യാൻ പറ്റും. എനിക്ക് കുറേ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു അവർ. നമ്മൾ ഈ എംബോസിലി ഇമേജ് നിങ്ങൾ കുറേ സമയം വെയിറ്റ് ചെയ്തെടുത്തൊരു ഇമേജാണ്? ഇല്ല, അത് രാവിലെ തന്നെ മോർണിംഗിൽ ഞങ്ങൾ അങ്ങനെ ഇവിടെ പോയി കഴിഞ്ഞപ്പോൾ അത്ര ഏരിയയിൽ കുറേ എലഫൻസ് ഉണ്ട്. എംബോസിലി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് എലഫൻസ് രാവിലെ തന്നെ വരും, ഗ്രേസ് ചെയ്യാന്നിട്ട് തിരിച്ചു പോകും. അങ്ങനെയാണല്ലോ എല്ലാ ദിവസം. കിളിമാഞ്ചാരോ മൗണ്ടൻ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് അവിടെ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ടി സ്റ്റേജ് സെറ്റ് ചെയ്ത് ബാലയിലൊക്കെ നമ്മൾ നാട്ടിലൊക്കെ ബാല സ്റ്റേജ് സെറ്റ് ചെയ്യുമായിരുന്നു ഫോട്ടോ. അത്രയ്ക്ക് ഭയങ്കര ഭംഗിയായിരുന്നു ആ ഫോട്ടോ. അതും ലാൻഡ്സ്കേപ്പ് മോഡൽ ഫുള്ള് ഞാൻ ഉപയോഗിച്ചത് ഫുള്ള് 85mm ആയിരുന്നു അന്ന് യൂസ് ചെയ്തത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ ഉണ്ട്, നീൽഗിരി താർ. നമ്മൾ ഇവിടെ നിന്ന് എടുത്തൊരു നീൽഗിരി താറുണ്ട്, മൂന്നാർ എന്ന് പറയാം, മറ്റേ ഇതിൻ്റെ അടുത്തത്, മറ്റേ ലയൺ കിങ് ഒക്കെ പോലത്തെ ഒരു. അതെ, അത് ഈ പ്രാവശ്യത്തെ NHM-ന്റെ ഇതിൽ ഫൈനൽ ലിസ്റ്റിലുണ്ടായിരുന്നു. എൻ്റെ 4 ഫോട്ടോ ഫൈനലിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം NHM-ൽ. ഫൈനലിലേക്ക് വന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു ലാസ്റ്റ് 100-ൽ എത്തിയില്ല.
അപ്പോൾ അതിലൊരു ഫോട്ടോ. പക്ഷെ ആ ഷോട്ടൊക്കെ ഒരുപാട് പെയിൻ എടുത്ത് ചെയ്തു. പെയിൻ എന്ന് പറഞ്ഞാൽ അന്ന് കോവിഡ് ടൈം ആയിരുന്നു. അപ്പോൾ കോവിഡ് ടൈമിൽ ആരുമില്ല ആ ഭാഗത്തൊന്നും. അപ്പോൾ അന്ന് ഞാൻ നാട്ടിൽ നിന്ന് അങ്ങനെ പോയി അങ്ങനെ എടുത്തൊരു ഇതായിരുന്നു. അപ്പോൾ അന്ന് 2-3 നല്ല ഷോട്ടുകൾ കിട്ടിയായിരുന്നു. ആൾക്കാരില്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നല്ല രീതിയിൽ ഫ്രെയിം, അല്ലെങ്കിൽ എന്നാ വെച്ചാൽ നമ്മൾ ഒരുപാട് ടൂറിസ്റ്റുകളുള്ള സ്ഥലമല്ലേ ഇത്. അപ്പോൾ അന്ന് എനിക്ക് ലക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് എടുക്കുമ്പോൾ എങ്ങനെയുള്ള ആംഗിൾ ചെയ്ത് എടുക്കുക, ആൾക്കാരൊന്നും ഫ്രെയിമിൽ വരില്ലായിരുന്നു, ആരും ഉണ്ടായില്ല. അത് നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു ഷോട്ടാണ്. അങ്ങനെ കുറച്ച് 2-3 ഷോട്ടുകളൊക്കെ ഉണ്ട്. പെട്ടെന്ന് കഴിയുമ്പോൾ പിന്നെ ഒറാങ്ങുട്ടാൻ മറ്റേ ബോർണിയോയിൽ ഇങ്ങനെ നദിയുടെ സൈഡിൽ ഇങ്ങനെ കുറേ ഇരിക്കണ ഒരു ഫോട്ടോ ഉണ്ട്. അത് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് എടുക്കാൻ ഇത് ചെയ്തൊരു ഫോട്ടോ ആയിരുന്നു. അതും നല്ലൊരു ഫോട്ടോ ആണ്. പടയപ്പ നിങ്ങളുടെ ഒരു പടയപ്പ ഫോട്ടോ ഇല്ല, പടയപ്പ ഒരു വികാരമുണ്ട്. പടയപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ ഫോട്ടോസ് ഞാൻ എത്രയോ പ്രാവശ്യങ്ങളിൽ മൂന്നാർ പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഓരോ ആൾക്കാരിങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ ജീന അനൂപ് എന്നൊക്കെ പറഞ്ഞാൽ ജീന അറിയില്ല ബാംഗ്ലൂരിൽ, ജീനയൊക്കെ ഫോട്ടോ ഇടുമ്പോൾ ഞാൻ ജീനോട് പറയും ഞാൻ എത്രയോ നാളുകൾ മൂന്നാർ പോയിട്ട് എനിക്ക് ഇതുവരെയായിട്ടൊരു ഫോട്ടോ പോലും പോയിട്ട് ഞാൻ കണ്ടിട്ട് പോലില്ല പടയപ്പ. ആ അതുപോലെ തന്നെ എല്ലാവരും ഒരുപാട് ആൾക്കാരൊക്കെ ഇടുമ്പോഴേ ഞാൻ ആലോചിച്ചടാ, ഞാൻ മൂന്നാർ എൻ്റെ വീട്ടിൽ നിന്ന് 2.5 മണിക്കൂർ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ എനിക്ക് പോകാവുന്ന ദൂരമല്ലേ ഉള്ളൂ, എന്നിട്ട് ഇതുവരെയായിട്ട് ഞാൻ എന്താ കാണാത്തത്. ഞാൻ മൂന്നാറിലുള്ള സെബിനോട് ഞാൻ വിളിക്കുമ്പോൾ പറയടാ നമുക്ക് എൻ്റെ ചേട്ടാ പടയപ്പയ്ക്ക് തോന്നണം ചേട്ടൻ്റെ അടുത്തേക്ക് വരുന്നത്, എന്നാലും കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു ദിവസം ഞങ്ങളിങ്ങനെ പോയപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഞാനും സെബിനും ബൈക്കിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവന് ഫോൺ വന്നു, ചേട്ടാ പടയപ്പ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ഞങ്ങൾ എന്നിട്ട് അവൻ്റെ കാറിൽ അവിടെ പോയി. അങ്ങനെയാണ് ആദ്യം കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാ ട്രിപ്പിലും ഞാൻ മുമ്പ് കാണാറുണ്ട്. അതായത് കഴിഞ്ഞ 2-3 ട്രിപ്പിൽ പോയി ഇപ്പം കണ്ടു. ഒരു തവണ നമ്മുടെ വർക്ക്ഷോപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ സ്റ്റേ ബാക്ക് ചെയ്ത് അത് കിട്ടി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പ് ഞാൻ ഇതുവരെയായിട്ടും, പക്ഷെ ഇവന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ സെർച്ച് ചെയ്ത് പോയാലൊന്നും കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ. പക്ഷെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. പിന്നെ പുള്ളി ഭയങ്കര ഒരു കൂൾ, അത്ര ഉപദ്രവകാരിയൊന്നുമല്ലല്ലോ. ഭയങ്കര ഭംഗിയാണല്ലേ, ഭയങ്കര ഭംഗിയല്ല. ഒരു ആന എന്നൊക്കെ പറയുമ്പോൾ അതിനാണ് നമ്മളൊരു ഇതാണ്, ഏജ്ഡാണ്, പക്ഷെ നല്ല സ്ട്രോങ് ആണ്. ഇങ്ങനെ നിന്നിട്ടൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒന്ന് വിറയ്ക്കും എന്നുള്ള രീതിയിൽ. അങ്ങനെ കൊമ്പൊക്കെ ഭയങ്കര ഒരു ഇതാണ്, കൂട്ടിമുട്ടി കൊമ്പ്. ഞാനിത് പോസ്റ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ പിള്ളേരൊക്കെ അവൻ്റെ കൊമ്പ് മുറിക്കാറായി എന്നൊക്കെ പറയും, കൂട്ടിമുട്ടി എന്നൊക്കെ. എന്താണ് നിനക്ക് മറുപടി പറയാ? പടയപ്പയാണോ പാമ്പാടി രാജനാണോ കൂടുതൽ എന്നോട് തന്നെ ചോദിക്കണത്? ഞാൻ ഒന്നേറി കയറി ഇറങ്ങിയുള്ളൂ. ഇനി അതൊക്കെ ഈ പേഴ്സണൽ ചോയ്സുകളാണ്. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഇപ്പം നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അരിക്കൊമ്പൻ എന്ന് ഞാൻ ആനയ്ക്ക് വേണ്ടി വാദിച്ചു വിചാരിച്ചു. അതായത് അരിക്കൊമ്പനെ അവനെ കാട്ടിലേക്ക് ഇട്ട് വിടണം, അവൻ കാടിൻ്റെ മകനാണ് എന്ന് പറഞ്ഞിട്ട് പകല് മുഴുവൻ അരിക്കൊമ്പന് വേണ്ടി വാദിച്ചിട്ട് പത്രത്തിലൊക്കെ 3 പേജൊക്കെ കംപ്ലീറ്റ് ന്യൂസിലായിരുന്നു ആ സമയത്ത്. അരിക്കൊമ്പൻ്റെ റൂട്ട് മാപ്പൊക്കെ ഇട്ടായിരുന്നു. അതിനൊക്കെ വേണ്ടി സമരം പകലിരുന്ന് ചെയ്തിട്ട് പിറ്റേ ദിവസം അമ്മേ ഞാനൊന്ന് തൃശ്ശൂർ പോയിട്ട് വരും, പൂരം എൻ്റെ രാമൻ തിടമ്പേറ്റിരിക്കുന്നതാണ്, എന്ത് ഭംഗിയാന്ന് പറയുമ്പോൾ അത് രണ്ടും രണ്ട് സൈഡല്ലേ. കാരണം നിങ്ങൾ ഈ കൊടുക്കുന്ന അരിക്കൊമ്പിന് കൊടുക്കുന്ന അതേ സ്നേഹം നിങ്ങൾ രാമനും കൊടുക്കണം. ആനയാണ്, വൈൽഡ് ലൈഫാണ്. അത് വലിയൊരു ടോപ്പിക് കേട്ടോ. നമ്മൾ രണ്ടുപേരും എയറിലാവാനുള്ള സകല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ജീവിച്ചു പോകല്ലേ നല്ലത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൺസെപ്റ്റാണ്. അതിപ്പോൾ ഓരോരുത്തർക്ക് ഞാൻ പറഞ്ഞില്ല. അല്ല, ഞാനിത് ഇങ്ങനെ എടുത്തു ചോദിക്കാനുള്ള കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ വലിയൊരു ആനപ്രേമിയൊന്നുമല്ല. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ആയിരിക്കും സുഭാഷ് ചേട്ടൻ ആനപ്രേമി. എല്ലാ മൃഗങ്ങളും ഇഷ്ടമാണ്, ആന ഇഷ്ടമാണ്. പലയിടത്തും പ്രത്യേകിച്ച് തൃശ്ശൂർ, പാലക്കാട്, ഞാൻ തൃശ്ശൂരിൽ നിന്നുള്ള ആളായതുകൊണ്ട് തന്നെ സീസൺ ആയി കഴിഞ്ഞാലേ എവറി ജംഗ്ഷൻ യു വിൽ സീ ബിഗ്, അല്ല എലിഫന്റ് എന്നുള്ള വലിയ ഉത്സവത്തിന്റെ വലിയ ബോർഡുകൾ കാണും. അപ്പൊ അതിലൊക്കെ വരുന്ന ക്യാപ്ഷൻസ് ഒക്കെ ഗജസൗന്ദര്യത്തിന്റെ അവസാന വാക്ക്, അല്ലെങ്കിൽ എന്താ പറയാ, നാട്ടുരാജാവ്. വാട്ട് ഐ മീൻ യു കനോട്ട് ഇമാജിൻ ദ ക്യാപ്ഷൻസ് അപ്പോൾ ആ ഒരു അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ട്. ബട്ട് സ്റ്റിൽ എൻഡ് ഓഫ് ദ ഡേ ലൈക്ക് നിങ്ങളിപ്പോ ചേഞ്ച് അതെന്നാന്ന് വെച്ചാൽ നമ്മൾ പകുതിയും നമ്മൾക്ക് കാട്ടിൽ നമ്മൾ കുറേ, ഞാനും അങ്ങനെ ഒരാളായിരുന്നു. ഞാനും ഉത്സവത്തിന്, ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞാൽ ഉത്സവത്തിന് നാട്ടിൽ പൂനെന്ന് കാർ ഓടിച്ചു വന്ന് ഉത്സവത്തിന് അമ്പലത്തിൽ ആനയുടെ മുകളിൽ കയറി ഇരുന്ന് കാവടി പിടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കിത് രണ്ടും ഇഷ്ടമാണ്. എനിക്ക് ഉത്സവത്തിന് ഞാൻ ഇതിലേക്ക് ഇറങ്ങി ഇത്ര സ്ട്രോങ് ആയി ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഒരു 15-18 വർഷമായിട്ടുണ്ടാവും ഞാൻ അമ്പലത്തിൽ ഉത്സവത്തിനൊന്നും പോകാറില്ലാത്തത് എനിക്ക് ഇതിനോട് വെറുപ്പോ അല്ലെങ്കിൽ അതൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അത് പോകണില്ല. പക്ഷേ ഇതിലെന്താണെന്ന് വെച്ചാൽ എനിക്കത് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല, മനസ്സിലായില്ലേ. നമ്മൾ ഒരു സൈഡിലുള്ള, ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ട്രാവൽ ചെയ്തപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ആന സഫാരി ഉണ്ട്, എലഫൻറ്റ് സഫാരി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ അവരോടും ചോദിച്ചു, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഒരു 5-6 പേരൊക്കെ ഒരു ആനയുടെ മുകളിൽ കയറിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. 6 പേരൊക്കെ ഉണ്ടാവും. 6 പേരെന്ന് പറഞ്ഞാൽ
നല്ല സൈസുള്ളവരാ. അപ്പോൾ ഒരു എങ്ങനെയൊക്കെ നോക്കിയാലും ഒരു 400 kg അടുത്തുള്ള സാധനം ആനയുടെ മുകളിൽ മറ്റേ ഇതൊക്കെ വെച്ചിട്ട് ഇരുത്തിയേക്കാണ്. എന്നിട്ട് ആന സഫാരിയാണ്. എന്നിട്ട് ഇവർ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ആനയെ സേവ് ചെയ്യണം, അത് ചെയ്യണം. എന്നാൽ പിന്നെ ഈ പരിപാടിയെങ്കിലും നിർത്തിക്കൂട്ടെ. കാരണം ആന എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ആവശ്യമാണ്. കാട്ടിലുള്ളിൽ മറ്റേ പെട്രോളിങ്ങിനൊക്കെ പോകാൻ അവർക്ക് ആവശ്യമാണ്. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടാൻ പറ്റില്ല. ഒരു ടൈഗർ ഇഞ്ചേർഡ് ആയിട്ട് കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ ആ സ്ഥലത്തേക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആനയുടെ പുറത്തിരുന്നേ പോകാൻ പറ്റുള്ളൂ, നടന്ന് പോലും നടക്കില്ല. അപ്പോൾ അതിനുള്ളതൊക്കെ പിന്നെ എന്തെങ്കിലും ആട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് ചെയ്യാം. പക്ഷേ ഈ സഫാരി എന്നൊക്കെ പറഞ്ഞത് ഇത്ര ആൾക്കാരെയൊക്കെ അതിന് മുകളിൽ കയറ്റി വെച്ച് നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇതുവരെയായിട്ടും ചെയ്യാത്തൊരു പരിപാടി എലഫൻറ്റ് സഫാരി. ഇതിലേക്ക് വന്നതിന് ശേഷം ഞാൻ ആനപ്പുറത്ത് കയറിയിട്ടൂല. ആനയുടെ അങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്കൊരു വല്ലാത്ത, ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ കേരളത്തിൽ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞ ഒരു വികാരമാണ്. അത് ഹിന്ദുവിൻ്റെ മാത്രം വികാരമൊന്നുമല്ല, എല്ലാവരുടെയും വികാരം. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ എല്ലാ മലയാളികളുടെ ഒരു വികാരമാണ്. യാതൊരു സംശയമില്ല. പഞ്ചവാദ്യവും ഇതും ഒക്കെ ആയിട്ട് അതിൻ്റെ മുമ്പിൽ നിന്ന് ഞാനും കുടമാട്ടത്തിന് നടുക്ക് നിന്നിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ വരാറുള്ള. പക്ഷെ നമുക്ക് എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ലോജിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അല്പം വിഷമം തോന്നുള്ളൂ. പക്ഷെ എന്നാൽ അതിൽ നിന്ന് അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊന്നും മാറ്റലൊന്നും നടക്കുമെന്നോ കാര്യമൊന്നുമല്ല. മേ ബി ഗ്രാജുവലി ഏതെങ്കിലുമൊക്കെ കാലത്ത് എല്ലാവരും കുറേ ജനറേഷൻ ടു ജനറേഷൻ മാറി വരുമ്പോൾ അവരുടെ ചിന്താഗതികൾ മാറിയായിരിക്കും. ഇത് സംസ്കാരത്തിൻ്റെ അങ്ങനെ ഒരു ഭാഗമായി മാറുമ്പോൾ നമുക്കങ്ങനെ പെട്ടെന്നൊന്നും കട്ട് ചെയ്ത് കളയാൻ പറ്റാവുന്നൊരു കാര്യമല്ലോ. ഏതെങ്കിലും രീതിയിൽ ചേഞ്ചസ് വരികയാണ്. ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ നമ്മളെ ഒന്ന് തെറി പറഞ്ഞാലോ അല്ലെങ്കിൽ ചീത്ത പറഞ്ഞാലോ ഇത് മാറാനോ, അല്ലെങ്കിൽ നമ്മളൊരാളെ പോയി ചീത്ത പറഞ്ഞാലോ ഇത് മാറാനൊന്നും പോകുന്നില്ല. അത് ആൾക്കാരുടെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ എടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. അരിക്കൊമ്പന് കൊടുക്കണം അതേ സ്നേഹം നിങ്ങൾ രാമനും കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് ഈ മറ്റേ എല്ലാം ഇങ്ങനെ നിരന്ന് നിൽക്കുമെന്ന് കാണുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ്. നല്ല ഭംഗിയാണ്. ഫോട്ടോയിലും വീഡിയോയിലും കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അവരുടെ ഒരു ചിന്താഗതിയിൽ ഇപ്പം നിങ്ങൾ ആന എന്താണെന്നുള്ള തൃശ്ശൂർക്കാരായതുകൊണ്ട് നല്ല ഭംഗിയാണ്, കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ 10-40 ആനയൊക്കെ നിൽക്കുമ്പോൾ നെറ്റിപ്പൊട്ടൊക്കെ കെട്ടി നിൽക്കണം, എന്ത് ഭംഗി, നല്ല രസമല്ലേ. നല്ല രസമല്ലേ, നല്ല കളറുണ്ട്, നല്ല കളറുണ്ട്, നല്ല രസമായിരിക്കും. നിങ്ങൾ എന്നെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് വീണ്ടും വിടാനുള്ള ഉദ്ദേശമില്ലാതെ. പക്ഷെ ഞാൻ പിടിതരില്ല. അല്ല, ഞാൻ പറഞ്ഞില്ലേ എല്ലാവരുടെയും ചിന്താഗതിയാണ്. എനിക്ക് പൊതുവെ താല്പര്യമില്ല എന്നോട് ഇപ്പോൾ ചോദിക്കുകയാണ്. ഞാൻ അതിൽ താല്പര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ ഉത്സവത്തിന് മാത്രമല്ലല്ലോ. ഇപ്പോൾ ഉദ്ഘാടനത്തിനും ഉത്സവത്തിനും പണ്ട് തടിമില്ലിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഉത്സവത്തിനും പള്ളിയിലും മോസ്കിലും എല്ലാ തിരുനാൾ വേറെ എവിടെയോ ഇതിൻ്റെ അവിടെ അമ്പലത്തിൽ മാത്രമൊന്നും അല്ലല്ലോ, എല്ലായിടത്തും. ഇപ്പം ഇത് പള്ളി പെരുന്നാൾ എല്ലായിടത്തും എന്ത് വന്നാലും മറ്റേ കൊട്ട് ചെണ്ടക്കിനാന്ന് പറഞ്ഞാൽ ആനൊക്കെയാണ് പണി. വൈൽഡ് ലൈഫിൻ്റെ കൂടെ തന്നെ അത്ര തന്നെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഗതിയാണ് കൺസർവേഷൻ. എന്നെ ഏറി കയറ്റാനുള്ള പരിപാടി. ആസ് എ റെസ്പോൺസിബിൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ, വേർ ഡു യു സ്റ്റാൻഡ്? ഞാനൊരു കൺസർവേഷൻ ഫോട്ടോഗ്രാഫറൊന്നുമല്ല, പക്ഷേ അതിനോട് താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. അതായത് ഞാൻ ചെയ്യുന്ന വർക്കുകൾ അതായത് ഞാൻ എടുക്കുന്ന ഒരു ഫോട്ടോസ് ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ചേഞ്ച്. ഇപ്പം ഞാൻ ബിലീവ് ചെയ്യുന്ന, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഐ വാണ്ട് ടു ടെൽ സ്റ്റോറീസ് ത്രൂ മൈ ഫോട്ടോസ് ബിക്കോസ് സ്റ്റോറീസ് മൂവ് പീപ്പിൾ സംടൈം ഈവൻ ചേഞ്ച് ദം. ഒരു കഥ ആൾക്കാരെ മാറ്റിയെടുക്കാം. ഞാൻ മാറിയ ഒരാളാണ്. ഒരു വലിയൊരു ഉദാഹരണമാണ് ഞാൻ. പിന്നെ ഞാൻ കംപ്ലീറ്റ് ഹൗ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ട് ഇതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ്, വൈൽഡ് ലൈഫിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് പൂനെയിൽ നിന്നൊക്കെ കാർ ഓടിച്ച് നാട്ടിൽ ഉത്സവത്തിന് ആനപ്പുറത്ത് കയറി കാവടി പിടിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിനെ കല്ല് വെച്ചെറിഞ്ഞ് കൊല്ലുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിട്ടുള്ളൂ. പാമ്പിനെ ഏറി കയറ്റുന്നത് അതായിരുന്നു എനിക്കറിയാം. കാരണം എനിക്ക് അങ്ങനെയായിരുന്നു അറിയുള്ളൂ. അതിപ്പോൾ ആരും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം നമ്മൾ ഇത് ചെയ്യുന്നതെല്ലാം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത്. നമ്മളെ പറഞ്ഞു തരാനോ അതിലൊരു എക്കോ സിസ്റ്റം അല്ലെങ്കിൽ ഒരു കോ എക്സിസ്റ്റൻസിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തരാനോ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ കാര്യം പറയുമ്പോൾ നമ്മൾ പറയും നമ്മളെല്ലാം അങ്ങനെയാണ് ജീവിച്ചു അതെന്നൊക്കെ പറയാമെന്നല്ലാണ്ട്. പക്ഷെ നമുക്ക് ത്രെട്ടാന്ന് തോന്നുന്ന സംഭവങ്ങളൊക്കെ കൊന്ന് തന്നെ നമ്മൾ വലുതായി പോരുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഇതിലേക്ക് അറിഞ്ഞപ്പോഴാണ് തിരിച്ചറിവ് ഉണ്ടാവുന്നത്. മനുഷ്യൻ കാര്യം പണ്ടത്തെ ആൾക്കാർ എല്ലാത്തിനെയും കൊന്ന് വളർന്നു വന്നവരാണെങ്കിൽ പോലും അങ്ങനെയല്ല. ശരിക്കും കോ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വണ്ടി ഓടിച്ചു വരുമ്പോൾ നമ്മൾ പറയും റോഡിൽ കൂടെ ഒരു ആന ക്രോസ് ചെയ്ത് പോയിടാന്ന് പറയും. പക്ഷെ ആന ശരിക്കും റോഡ് ക്രോസ് ചെയ്തേക്കണല്ല, നമ്മളതിൽ കൂടെ റോഡ് ഉണ്ടാക്കിയേക്കണം. ശരിയല്ലേ, നമ്മൾ റോഡ് ഉണ്ടാക്കിയേക്കണം. അത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി ഉണ്ടാക്കിയേക്കണം. അത് ആവശ്യമാണ്, അത് ആവശ്യമല്ല എന്നല്ല പറയണേ. ആന അതിന്റെ പറമ്പിൽ കൂടെ ആന അതിന്റെ സ്ഥലത്തേക്കൂടെ പോകണം. ആനയ്ക്കൊരു സെയിം റൂട്ട് ഉണ്ടെങ്കിൽ ആ റൂട്ടിൽ കൂടെ തന്നെ പോയിക്കൊണ്ടേ ഇരിക്കുള്ളൂ. പക്ഷേ അത് വേണ്ടാന്നല്ല പറഞ്ഞു, റോഡ് വേണ്ടാന്നോ അല്ലെങ്കിൽ ഇത് വേണ്ടാന്നോ അല്ല. പക്ഷെ അന്നേരം അവർക്കും കൂടെ ഇതിനൊരു അവകാശമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പരമാവധി ശ്രമിക്കുക. അപ്പം നമ്മളിതൊക്കെ പറയുമ്പോൾ കൺസർവേഷനിൽ ഇപ്പം ഞാൻ പറഞ്ഞതാണ്. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ, ഒരു പാമ്പിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ തവളയുടെ ഫോട്ടോ ഇടുമ്പോൾ ഞാൻ ചേഞ്ച് ആയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് കണ്ടിട്ട് അതിൻ്റെ ഭംഗിയോടോ അതിൻ്റെ കൂടെ ജീവിക്കുന്ന ഇതൊന്നും ഒരു ത്രെട്ടല്ല. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരെയും സേവ് ചെയ്യാം, ഇവരും നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മളും അവരെ പോലെ ഒരു സ്പീഷീസ് അല്ലേ, നമ്മളും അതുപോലെ തന്നെ ഒരു ഇതാണ്. അല്ലാതെ
നമ്മൾ പ്രത്യേകിച്ച് തോന്നുന്നില്ല. നമ്മൾ ഈ ലോകത്തിലുള്ള എത്രയോ സ്പീഷീസുകളിലൊന്നാണ് നമ്മൾ ഹോമോസേപ്പിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ മാതിരിയാണ് നമ്മൾ എല്ലാവരുമായിട്ട് കോ എക്സിസ്റ്റൻസ് എന്ന് വിചാരിച്ചാൽ എൻ്റെ വീടിൻ്റെ മുമ്പിലൊരു കടുവ ഉണ്ടെങ്കിൽ ആ കടുവേനെ മോനെ എന്ന് തീറ്റ കൊണ്ട് കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ അതിന് വേറെ മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലാതെ നമ്മൾ സർപ്പ എന്ന് പറഞ്ഞ ആപ്പുണ്ട് നാട്ടിൽ, കേരളത്തിൽ. സർപ്പയിൽ നോക്കിയിട്ട് അടുത്തുള്ള എവിടെയെങ്കിലും ആളുണ്ടെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ അവർ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകും. ശരിയല്ലേ? അതിനെ നമ്മൾ കൊല്ലാണ്ട് അതിനെ അവർ എവിടെയെങ്കിലും കാട്ടിക്കൊണ്ടുവന്ന് വിട്ടോളും, അത് ജീവിച്ചോളും. നമുക്ക് നമ്മുടെ സ്ഥലത്ത് ജീവിക്കാൻ പറ്റും. നമ്മളതിനെ കൊന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ജീവനും പോയി ആ ഒരു ജീവി അവിടെ ഇല്ലാണ്ടാവും. അങ്ങനെ സംഭവിക്കുക. അതേമാതിരി തന്നെ എല്ലാ സാധനങ്ങളും ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവർ നമ്മളെ അറ്റാക്ക് ചെയ്യും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അത് അറ്റാക്ക് ചെയ്യുന്നത് നമ്മളെ അവരുടെ സർവൈവലിനും അവരെ പേടിച്ചിട്ടും ഒരു പരിധി വരെ, അല്ലാണ്ട് ചുമ്മാ അതേ സുഭാഷ് വരുന്നു ഇവൻ ഇന്ന് തീർത്തേക്കാം എന്ന് വിചാരിച്ച് ഒന്നും കൊല്ലണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇതുണ്ട്. അപ്പോൾ എൻ്റെ ഫോട്ടോകളിലൂടെയും ഇതിലൂടെയും കൺസർവേഷൻ എന്നുള്ള രീതി അതാണ്. അല്ലാണ്ട് ഞാനിപ്പോൾ കൺസർവേഷന് വേണ്ടി മാത്രം ഫോട്ടോ എടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറൊന്നുമല്ല ഞാൻ, ബീങ് വെരി ഓണസ്റ്റ്. പിന്നെ നമ്മൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ പല സെക്ഷൻസ് ഉണ്ടല്ലോ, ആൾക്കാർ ഓരോരുത്തരും ഓരോ രീതിയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ എൻ്റെ ചിന്താഗതി എൻ്റെ ഫോട്ടോ സംസാരിക്കട്ടെ എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇനി ഞാൻ ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് എത്താനുണ്ട്. ഞാൻ ഇതുവരെയായിട്ടും ആ ഒരു റേഞ്ചിൽ എത്തിയേക്കേണ്ട ഒരു. അപ്പോൾ സുഭാഷേട്ടൻ പറയുന്നതനുസരിച്ച് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ആൻഡ് കൺസർവേഷൻ ഡസൻറ്റ് ഗോ ടുഗദർ, റൈറ്റ്? ഇല്ല, ഇറ്റ് ഗോസ് ടുഗദർ, ബട്ട് ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ്. കൺസർവേഷൻ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്നത്, ഞാനൊരു ഉദാഹരണമായി മാറിയിരിക്കണം അതിന്. അപ്പം എത്തിക്കൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ കൺസർവേഷൻ ഫോട്ടോഗ്രാഫി, എത്തിക്കലി നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ പറയില്ല വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് എത്തിക്കലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഫോട്ടോഗ്രാഫറെ കാണിച്ചു തരാം, 100% എത്തിക്കലി ഫോട്ടോ എടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറെ കാണിച്ചു തരാമോ? അങ്ങനെ അത്രയ്ക്ക് എത്തിക്കലിയാണ് ഞങ്ങൾ കാട്ടിൽ പോയേ ചെയ്യരുത്. കാരണം ആ ജീവികളോട് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ച് വിടില്ലേ ഉണ്ട്. അങ്ങനെയാണല്ലോ നമ്മൾ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെവിടെ അപ്പോഴും കാട്ടി പോകരുതെന്ന് അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സർവേ പോലെയുള്ള സംഗതികളൊക്കെ എന്തിനാണ് നമ്മൾ സർവേ എടുക്കുന്നത്? അങ്ങനെയാണ് വേണ്ട. സർവേ എടുക്കേണ്ട ആവശ്യം എന്താ? നമ്മൾ അങ്ങനെ ഒരു ജീവിൻ്റെ അതവിടെ ജീവിച്ച് പൊക്കോട്ടെ എന്ന് വിചാരിച്ച പോലെ നമ്മളെല്ലാത്തിനും പോകുമ്പോൾ ഈ സർവേ എടുക്കാനാണെങ്കിലും എന്ത് സംഭവത്തിനല്ലോ. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സർവേ ഇത് എടുക്കുന്നത് ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് കൺസർവേഷൻസിൽ വരുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ എടുക്കുന്ന ഫോട്ടോസും ഇതൊക്കെ കണ്ടിട്ടാണല്ലോ ആൾക്കാർ ഇതിനെക്കുറിച്ച് തിരിച്ചറിയുന്നത് തന്നെ. അപ്പോൾ അതൊരു ടൈപ്പിൽ നോക്കുമ്പോൾ അതൊരു കൺസർവേഷൻ അല്ലേ എന്ന് വിചാരിച്ച് സുഭാഷ് ഇപ്പോൾ ഞാനിപ്പോഴും പറയാറുള്ളൂ, ഇപ്പോൾ എല്ലാ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിനോട് ചോദിച്ചാൽ നിങ്ങൾ വെജിറ്റേറിയൻ ആണോ? അല്ല, ഞാൻ വെജിറ്റേറിയൻ അല്ല, ഞാൻ നോൺ വെജ് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ മൃഗങ്ങളെ കൊല്ലാറുണ്ടോ? ചുമ്മാ കാണുന്ന മൃഗത്തിനെ പിടിച്ച് പോയി വെടിവെച്ച് കൊല്ലാറ്. ദർ ഇസ് സംതിങ് കോൾഡ് ഫുഡ് ചെയിൻ. അതിപ്പോൾ എന്തുപോലും ഞാനിതൊക്കെ ഏറി കയറാൻ വേണ്ടി പലതും ആൾക്കാർ നമ്മളെ കയറ്റിവിടും. ഇന്നാൾ തന്നെ പല ഇൻ്റർവ്യൂവിലും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ അവിടെ മറുപടിയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർക്ക് പല രീതിയിലായിരിക്കും നമ്മളോട് റിയാക്ട് ചെയ്യുന്നത്. നിനക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ല, അറിയില്ലായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. എൻ്റെ കാഴ്ചപ്പാട് എനിക്ക് പറയാൻ പറ്റില്ല, അത് പറയുമല്ലോ. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും അതെ. അപ്പം നമ്മൾ മൃഗങ്ങളെ ഭക്ഷണം കഴിക്കല്ലേ, മൃഗങ്ങളെ കൊല്ലരുതെന്ന് പറയുമ്പോൾ ഇന്നാളൊരു ഫേമസ് ആൾ പറഞ്ഞു കേട്ടു, അങ്ങനെയാണ് ഈ കക്ഷത്തിലിരിക്കുന്ന ബാക്ടീരിയ പോലും കൊല്ലരുതെന്ന്. അതൊക്കെ എന്ത് ലോജിക്കാണെന്നാണ് ഈ പറഞ്ഞത്. കൊതുകിനെ കൊല്ലരുതെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു ലോജിക്കലി നമ്മൾ ഇതിലൊരു സിസ്റ്റം ഉണ്ട്. നമുക്ക് വേണ്ട കുറേ സാധനങ്ങളുണ്ടല്ലോ, എക്കോ സിസ്റ്റം, അല്ലെങ്കിൽ ഇതിന് ആവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ആവശ്യമുള്ളതിനെ കൊന്നിട്ട് ബാക്കിയെല്ലാം വെച്ചോണ്ടിരിക്കാനല്ല ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്കൊരു വീഗൻ ആവാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ, യു ആർ ഡൂയിങ് വെരി ഗ്രേറ്റ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സും കൺസർവേഷനും പോകും, പക്ഷെ രണ്ട് രീതിയിലാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമ്മളിപ്പോൾ കൺസർവേഷൻ വേണം എന്നാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോയും പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരു പരിധി വരെ സക്സസ്ഫുൾ ആവാൻ വലിയ പാടാണ്. പൊതുവെ ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം ഫോട്ടോസിനായിരുന്നു ട്രെൻഡ്. ഇപ്പോൾ ഫോട്ടോ ഇട്ടിട്ട് കാര്യമില്ല, റീൽസ് ഇട്ടാലേ കാര്യമുള്ളൂ. സോ ഈ റീൽസ് താങ്കളടക്കമുള്ളവർ പോസ്റ്റ് ചെയ്യുന്ന എക്സ്ക്യൂസ് അല്ല, നമ്മൾ എന്നോട് ചോദിച്ചു റിയാലിറ്റി. അപ്പം എന്നോട് ഇന്നാൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, എന്നോട് ഒരാൾ ചോദിച്ചു ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ എന്താ ഇപ്പോൾ ആദ്യം തന്നെ ഫോട്ടോസ് വരുന്നതിന് മുമ്പ് ദേ വിൽ ഷോ ദെയർ ഗിയർ ആൻഡ് ദെൻ ദേ കംസ് ഓൺ ദ സ്ക്രീൻ. ഫസ്റ്റ് 2 seconds അവരെ കാണിക്കും, അത് കഴിഞ്ഞിട്ടാണ് അനിമൽ വരുന്നതെന്ന്. ഹുക്ക് എലമെന്റ് അതെന്തിനാണ്? അപ്പോൾ അവർ അങ്ങനെ വന്നാലാണ് ഒരു പരിധി വരെ കാണുള്ളൂ, അതുകൊണ്ടായിരുന്നു. അതെന്തിനാ അങ്ങനെ നിങ്ങൾക്ക് ഫോട്ടോ കാണിച്ചാൽ പോരെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. പണ്ട് യേശുദാസും SP ബാലസുബ്രഹ്മണ്യം ഒക്കെ സ്റ്റേജിന് പുറയിലിരുന്ന് പാട്ട് പാടി നിങ്ങൾ പാട്ട് കേട്ട് ആസ്വദിച്ചിട്ടുണ്ട്, ശരിയല്ലേ? പാട്ട് മാത്രം കേട്ട് ഇപ്പോൾ അരിജിത് സിംഗും അർമാൻ മാലിക് അല്ലെങ്കിൽ മിക്ക അവരൊക്കെ വേടൻ സ്റ്റേജിൽ വന്ന് ഡാൻസ് കളിച്ച് പാട്ട് പാടി ആൾക്കാരോട് വർത്താനം പറഞ്ഞ് പാട്ട് പറഞ്ഞു, നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ? പക്ഷെ അതും സംഗീതം തന്നെയല്ലേ? പിന്നെ ഇത് എന്തുകൊണ്ട് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്തോടെ? ഒരു റെവല്യൂഷനായിട്ട് കണ്ടുകൂടെ? ഞങ്ങളും ജീവിച്ചു പോക്കോട്ടെ. അല്ല, അത് എവോൾവ് ചെയ്ത് വരുന്ന സംഭവമല്ല. അപ്പം നമ്മളെല്ലാം ഒരേ കാലഘട്ടത്തിൽ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? അപ്പം എന്നോട് ഒരാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്,
നിങ്ങളിപ്പോൾ ചെയ്യുന്നൊന്നും ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി അല്ല. പണ്ട് ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ സീനാണ്. അത് നമ്മൾ ഫിലിം ഇട്ട് ഞങ്ങൾ കാട്ടിൽ പോയി ഫോട്ടോ, ഞങ്ങൾ 5-6 പേരെ ആകെ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ അവിടെ പോയി ആ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരുമ്പോൾ അതിനാണ് ശരിക്കും പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ കാട് മുഴുവൻ നടക്കാറുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, താങ്കൾക്ക് അന്ന് ആ ടെക്നോളജി ഉണ്ടായിരുന്നുള്ളൂ, ഫിലിം അല്ലാണ്ട് ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ മിറർലെസ് ക്യാമറ ഇരിക്കുമ്പോൾ ഞാൻ ഫിലിം ഇട്ടുകൊണ്ട് മറ്റുള്ളവരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്കൊരു ഫോട്ടോയും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ഞാൻ തിരിച്ചു വരും, ഞാൻ പുറകിലായി പോകും. എനിക്കത് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആസ് ആൻ ആർട്ടിസ്റ്റ് ഐ വാണ്ട് ടു എക്സ്പീരിയൻസ് ദാറ്റ്. അത് ഡിഫറെൻറ്റ്. പിന്നെ അന്ന് കാട്ടിൽ കയറാൻ പെർമിഷൻ്റെ ആവശ്യമില്ലായിരുന്നു. നിങ്ങളിപ്പോൾ എനിക്കൊരു കാട്ടിൽ പെർമിഷൻ മേടിച്ച് തരാം, ഞാൻ കയറാൻ നാട്ടിൽ ഏത് കാട്ടിലുള്ള ഞാൻ നടന്നു കയറാം, പെർമിഷൻ മേടിച്ച് തരാൻ പറ്റും. അതാണ് സീൻ. അപ്പം അന്നത്തെ ടെക്നോളജി ഇന്നത്തെ ടെക്നോളജിയും വലുതായി. അന്നുണ്ടായിരുന്ന ടെക്നോളജി അവർ യൂസ് ചെയ്തു. നമുക്കിപ്പോൾ ഇന്ന് പലപ്പോഴും നമ്മൾ വൈൽഡ് ലൈഫ് സഫാരിക്ക് പോകുമ്പോഴേ ഒരു ജീപ്പിൽ 10-15 പേര് അല്ലെങ്കിൽ ഒരു 7 പേരെന്ന് വിചാരിച്ചോളൂ, കണ്ടിന്യൂസ്ലി ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന അത് കാണാറുണ്ട്. ഈവൻ ഞാനും ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഒരു ടൈഗറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനിമലിനെ സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് ഇറ്റ്സ് ഫാസ്റ്റ് മൂവിങ് ലൈക്ക് then you will be keep on clicking. Okay. And like the cameras like Z9 or Z8 it's offering like 120 frames per second. Okay, we have to utilize that, and there is nothing wrong in it. Like you have to combat with the technology. There is, I mean, as you said, like old guy പറഞ്ഞ പോലെ പണ്ട് എന്താ ഫിലിമിൽ 36 ഫ്രെയിംസ് ആണ് എടുത്തിരുന്നത്. ഐ മീൻ ഇന്നും അങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസന്റ് മേക്ക് എനി സെൻസ്. ഡസന്റ് മേക്ക് സെൻസ് ഓൾസോ അല്ലേ. നമുക്കിപ്പോൾ ടെക്നോളജി നമ്മുടെ ഓരോതിൽ ഇപ്പോൾ AI നമ്മൾ പണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം, ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ ആൾക്കാർ മറ്റേ ഫോട്ടോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ടൈഗർ ഫ്രം കോർബറ്റ് എന്ന് മാത്രം ക്യാപ്ഷൻ എഴുതുന്നവർ ഇപ്പോൾ ഒരു പാരഗ്രാഫ് ഒക്കെ എഴുതി പറഞ്ഞത്. കാരണം എന്താ? ChatGPT. അത് ഫാക്റ്റാണ്. അത് യൂട്ടിലൈസ് ചെയ്യണം അവർ. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. കഥ പറയാൻ അറിയില്ല, പക്ഷെ ആ പോയിന്റ്സുകളൊക്കെ അറിയാം. നമ്മൾ ആ പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ChatGPT നമുക്ക് ലിസ്റ്റിംഗ് ഇട്ട് തരും എന്തൊക്കെ എഴുതണ്ടേന്നുള്ളത്. പാരാഗ്രാഫ് എഴുതുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാമിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. മേ ബി എ റയർ സൈറ്റിംഗ് ലൈക്ക് in some terrain, okay, anywhere in India or like worldwide, okay, maybe ആ പെർട്ടിക്കുലർ ടെറൈനിൽ അതൊരു റയർ സൈറ്റിംഗ് ആയിരിക്കും. നോബഡി might have seen that thing, okay, in that particular terrain, and somebody is posting that the photograph or the video, okay. They'll be like writing a lot about the species and there is no clue about the location. You might have seen that kind of a post. And what do you think about that kind of this thing? Because I think those people they're like blocking others to go. അത് നമ്മുടെ ഇപ്പോൾ എല്ലാ ഇതിലുള്ള ഇതിലും ഇപ്പോൾ കോമ്പറ്റീഷൻ ആണല്ലോ. എവറി ഫീൽഡ് കോമ്പറ്റീഷൻ. അപ്പം ഞാൻ അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു 8 പേരായിരുന്നുണ്ടോ, ഞാനിപ്പോൾ എൻ്റെ കോമ്പറ്റീഷൻ അല്ല എന്നാൽ പോലും 8 ലക്ഷം പേരുണ്ടാവും ഇപ്പോഴത്തെ ഫോട്ടോഗ്രാഫേഴ്സ്. ഇപ്പോൾ വൈൽഡ് ലൈഫിലാണെങ്കിലും ഏത് ജോണറിലായാലും. കാരണം ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഇറ്റ് ബിക്കംസ് വെരി ഈസി നാവും. നിങ്ങൾക്ക് അല്പം ക്രിയേറ്റീവ് ഇത് മാത്രമേ നമുക്ക് തരാൻ പറ്റില്ലാത്തുള്ളൂ. അത് നമ്മൾ ഇൻബിൽട്ടായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ അല്ലാണ്ടുള്ള സംഭവങ്ങളൊക്കെ വരും. പക്ഷേ അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ഞാനൊരു സ്ഥലത്ത് പോയി ഒരു ഫോട്ടോ കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് നല്ലൊരു ഫോട്ടോ കിട്ടി. ആ സ്ഥലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരോട് നാളെ പോയി കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫോട്ടോയുടെ വാല്യൂ കുറഞ്ഞു പോകും ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കും ഒരു പരിധി വരെ. പക്ഷെ നമ്മുടെ അടുത്തൊക്കെ പിന്നെ ചിലർ പറയുമ്പോൾ കാരണം അറ്റ്ലീസ്റ്റ് നമ്മളൊരു ക്യൂരിയോസിറ്റി കാരണം കൊണ്ടേ ഒന്ന് നോക്കും. ഇപ്പം അറ്റ്ലീസ്റ്റ് ഈ ഫോട്ടോഗ്രാഫർ എവിടെ നിന്നുള്ളതാണ് അല്ലെങ്കിൽ കമന്റ്സിൽ ആരെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കും. അപ്പൊ പലപ്പോഴും കണ്ടിട്ടുള്ളത് DM me. അത്രേ വരുള്ളൂ. അത് പബ്ലിക്കലായിട്ട് പറയാത്തതിന് പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ പെർമിഷൻ ഇഷ്യൂ ഉണ്ടാവും. അപ്പം നമ്മളൊക്കെ ഒരു സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് മാത്രം കിട്ടിയ ഒരു പെർമിറ്റ് വെച്ചിട്ട് പോകണമായിരിക്കും. ആ ഒരു പർട്ടിക്കുലർ ഇതിന് നമുക്ക് അന്നേരം കിട്ടിയത് വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ പോകുന്നത്. അത് ചിലപ്പോൾ വേറൊരു പബ്ലിക്കിന് അന്നേരം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു പരിധി വരെയൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ എവിടത്തെയാണ് ഈ ഫോട്ടോ ചോദിക്കുമ്പോൾ വെസ്റ്റേൺ ഗാർഡ്സ് ഓഫ് കേരള. സിമ്പിളാണ്. 3 മുതൽ ഗവി അങ്ങോട്ട് കയറി പിടിക്കുക. അതിലെവിടെന്നെങ്കിലും എന്നുള്ള രീതിയിലേ പറയാം. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെർമിറ്റ് എടുത്ത് പോകുന്ന ഷൂട്ടോ അങ്ങനെയൊക്കെയാണെങ്കിൽ ആ ഒരു ഷൂട്ടിൽ കിട്ടുന്ന 2 ഫോട്ടോയും. പക്ഷേ അന്നേരം ചിലപ്പോൾ എല്ലാവർക്കും അന്നേരം പോകാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ വെസ്റ്റേൺ ഗാർഡ്സിൽ ഇപ്പോൾ പെരിയാർ ടൈഗർ ട്രെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഓപ്ഷൻസ് ഒക്കെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ റിവീൽ ചെയ്യാറില്ല. പക്ഷേ എന്ന് വെച്ചാൽ ചില സ്പീഷീസിനൊക്കെ ഞാൻ പടയപ്പ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം മൂന്നാറിൽ നിന്നാന്നുള്ളൂ. കാരണം പടയപ്പ മൂന്നാറിലാണ്. അപ്പോൾ ഞാൻ എഴുതേണ്ട കാര്യമില്ല അതിന്. പക്ഷെ എന്നാലും നമ്മൾ എഴുതും. പക്ഷെ ചില സ്പീഷീസുകൾ നമ്മൾ വളരെ റെയറായിട്ട് ഇപ്പോൾ ബ്ലാക്ക് പാന്തർ എന്നുള്ള സംഭവം ഒക്കെ കിട്ടുകയാണെങ്കിൽ ഒരാൾക്ക് ബ്ലാക്ക് പാന്തർ നത്തിങ് ബട്ട് മെലാനിസ്റ്റിക് ലെപ്പേർഡ്
അതിനെ കിട്ടുകയാണെങ്കിൽ ഇപ്പം ഇറ്റ്സ് റെയർ. ഇറ്റ്സ് റെയർ. ഇപ്പൊ അത് ഭയങ്കര കോമൺ ആയി തുടങ്ങി, ഭയങ്കര കോമൺ ആയി, പല സ്ഥലങ്ങളിലായിട്ട് കാണുന്നുണ്ട്. ഈവൻ കേരളത്തില് കഴിഞ്ഞ ദിവസം ബിബിനും പിക്കോളിൻസും അവരൊക്കെ സ്പോട്ട് ചെയ്തു. അതെ അതെ, അവരിട്ടുണ്ടാവും. നല്ലൊരു അതൊക്കെ ലക്കാണ്, പ്യൂർ ലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ എത്ര നടന്ന് എത്രയോ എന്തോരം സ്ഥലങ്ങളിലൂടെ അവർ നടക്കണമെന്ന് പറയണേ. അവർ രണ്ടുപേരും, ഞാൻ അവരുടെ ഇത് വാച്ച് ചെയ്യുന്ന എന്തോരം സ്ഥലങ്ങളിലൂടെയൊക്കെ നടന്ന അവര്. അപ്പൊ ഒരു ലക്കിന് നമുക്ക് ഒരു ദിവസം അത് കിട്ടുകയാണ് അല്ലേ. അപ്പൊ അങ്ങനെ കുറെ നടന്നിട്ടായിരിക്കും കിട്ടുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അവൻ പക്ഷെ സ്ഥലവും ഇതും പറഞ്ഞിട്ടുണ്ട്, എവിടെ പറഞ്ഞിട്ടുണ്ട്. വഴി വരെ പറഞ്ഞു. അവർക്ക് അങ്ങനെ അതിന്റെ ആവശ്യമില്ല. നമ്മൾ പറഞ്ഞു നമ്മുടെ നാട്ടിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കുറെ കൂടെ എത്തിക്കലാണ്. എത്തിക്കണോ എത്തിക്കണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മുടെ ശരിക്കും അങ്ങനെ പറയാൻ പറ്റില്ല. എത്തിക്കില്ല, പക്ഷെ എന്നാലും ഒരു സപ്പോർട്ടീവ് ആണ്. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ഒരു കുഴപ്പം. എനിക്കിപ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, ചേട്ടാ എനിക്ക് ഇങ്ങനെ ഒരു സംഭവമാണ്, ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന സംഭവങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും. അതാണ് എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം. കാരണം ഞാൻ കയറി വന്നപ്പോൾ എനിക്കാരും ഉണ്ടായിരുന്നില്ല അത് പറഞ്ഞു തരാം. നമ്മൾ ഓരോ യൂട്യൂബ് പോലും ഉണ്ടായില്ല സെർച്ച് ചെയ്ത്. അപ്പം അത് കാരണം നമ്മൾ പറയും ഒരു മണിക്കൂറിന് 10 രൂപയ്ക്കുള്ള കഫേ മാത്രമേ. അതെ അതെ, 120 രൂപ ഒരു മണിക്കൂർ ഇന്റർനെറ്റില് BSNL. അതെ അതെ, അത് മറ്റേ സെർച്ച് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം കറങ്ങി തീരാനായിട്ട്. അതുകൊണ്ടായിരിക്കും ഒരു പരിധി വരെയുള്ള ആൾക്കാരൊക്കെ എഴുതില്ല. ചിലപ്പോൾ അവർക്കും ആ ഒരു എക്സ്ക്ലൂസിവിറ്റി അവർക്ക് വേണമായിരിക്കും, ചിലപ്പോൾ ചിലർക്ക് പെർമിറ്റ് കിട്ടില്ലായിരിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കും. ഈ ഒരുപാട് പേര് ഇപ്പോൾ സുഭാഷേൻ്റെ ഫോട്ടോസ് തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നും. അതായത് ലൈക്ക് എനിക്കും ഇത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അല്ല അത് പക്ഷെ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം. നിങ്ങൾ അത്യാവശ്യം ഫാഷനബിൾ ആണ്. ചിലപ്പോൾ ഈ യങ് ജനറേഷൻ ഒക്കെ അങ്ങനെ തോന്നിയേക്കാം. ഞാൻ പറയുന്നത് ഈ ഫോട്ടോഗ്രാഫ്സ് കാണുമ്പോൾ പ്രത്യേകിച്ചും ഒരു നല്ല ശതമാനം IT അല്ലെങ്കിൽ നല്ല സ്ട്രെസ്സുള്ള ജോബ് ചെയ്യുന്നവരുടെയും ഒരു ഹോബി, ഒരു സീരിയസ് ഹോബി എന്നുള്ള രീതിയിലേക്ക് വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ മാക്രോ ഫോട്ടോഗ്രാഫിയൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം വാട്ട് യു തിങ്ക് ലൈക്ക് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഈവൻ ദോ ഇറ്റ്സ് കോസ്റ്റ്ലി, ഇറ്റ്സ് കോസ്റ്റ്ലി. സി, ഞാൻ ഇപ്പോൾ ഏൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്തൊക്കെയാണ് വർക്ക്ഷോപ്പുകൾ എടുക്കാറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഫോട്ടോ സെല്ല് ചെയ്യാറുണ്ട്. ഫോട്ടോ സെല്ല് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൺലൈനിലിട്ടൊന്നും സെല്ല് ചെയ്യാറില്ല. എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റി വഴിയൊക്കെ അങ്ങനെ എനിക്ക് ഇത് വരാറുണ്ട്. പേജ് വഴി, ഒരു വെബ്സൈറ്റ് വഴിയൊന്നും ഞാൻ വെക്കാറില്ല. ഇൻസ്റ്റാഗ്രാം വഴി. പിന്നെ എനിക്ക് ഡയറക്റ്റ് എൻക്വയറീസ് വരും ആരിലൊക്കെ എന്തെങ്കിലും ഇതിനുണ്ടെങ്കിൽ. പിന്നെ ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പ് എടുക്കും, ടൂർ ഓർഗനൈസ് ചെയ്ത് ആൾക്കാരെ കൊണ്ട് പോകും. കാണാത്ത നമ്മുടെ ഉദ്ദേശം എന്താ, ഇത് കൊണ്ടുള്ള ഉദ്ദേശം ഇതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പോലും ഈ പ്രൊഫഷനാക്കി മാറ്റി ഇതിൽ നിന്ന് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഇതിനോട് നിങ്ങൾക്ക് പാഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. നമ്മൾ ആ പാഷനിലൂടെ വർക്ക് ചെയ്താണ് ഇത് പ്രൊഫഷനാക്കി മാറ്റിയത്. അല്ലാണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വന്നപ്പോൾ ഇപ്പോൾ ഒരാൾ എനിക്ക് മെസ്സേജ്, ഒരുപാട് പിള്ളേരുടെ മെസ്സേജ് ഉണ്ട്, ചേട്ടാ ഞാൻ 12th കഴിഞ്ഞു, എനിക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവണം, എന്നിട്ട് ഇതിൽ ജോലി മേടിക്കണം. അതൊക്കെ നമ്മൾ പറയാൻ ഭയങ്കര എളുപ്പം. 3 Idiots സിനിമയിലും അല്ലെങ്കിൽ 96 മൂവിയിൽ വിജയ് സേതുപതിയും എന്നൊക്കെ പറയാൻ ഭയങ്കര എളുപ്പം. ഞാൻ ഇവരോട് പറയുന്ന കാര്യം ഒറ്റയുള്ളത്, അത്യാവശ്യം ഗ്രാജുവേഷനെങ്കിലും എത്തിപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ജോലി എടുക്കുക. ആ ജോലിയിൽ നിന്നുള്ള പൈസ കൊണ്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് മാറിയിട്ട് ഇതിൽ നിന്ന് കയറി പോരാ എന്നാണ് ഞാൻ പറയാറ്. ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മറ്റൊരാൾക്കും ചെയ്യാവുന്നുള്ളൂ. കാരണം അതിനോട് പാഷൻ വേണം. നമ്മൾ സ്ട്രഗിളുണ്ട്, നല്ല സ്ട്രഗിളുണ്ട്. ഫിനാൻഷ്യൽ സ്ട്രഗിളാണ് ഏറ്റവും വലുത്. കാരണം നമ്മൾക്ക് പെർമിഷനും ബാക്കിയുള്ള കാര്യത്തിനേക്കാളും ഒരു നമുക്ക് ഗിയർ മേടിക്കണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് ഇതിലുള്ള ഫോട്ടോഗ്രാഫി, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ഹോബിസ്റ്റുകളായിട്ടുള്ള വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് മോസ്റ്റ്ലി ഐദർ ദേ ആർ ബിസിനസ്മാൻ ഓർ IT. ശരിയല്ലേ? അതൊരു ഫാക്റ്റ്. അത് അവരുടെ ഇത് കൊണ്ടല്ല, പക്ഷെ അന്നേരം അവർക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഇൻകം വേറെ സൈഡിൽ അതുകൊണ്ടാണ് എന്ന് വിചാരിച്ച് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല. അപ്പം ഞാൻ എന്തോരം ആൾക്കാരെ കണ്ടിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാവുന്ന നല്ല മിടുക്കന്മാരായ പിള്ളേരുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. എത്രയോ പേരുടെ പേര് പറയാം. അവരൊക്കെ ഇതിലേക്ക് താല്പര്യം. ജ്യോതിഷ് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ക്രിയേറ്റീവ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ജ്യോതിഷ് വീടിന്റെ മുമ്പിലുള്ള തുമ്പിയും പറപ്പയും ഒക്കെ എടുത്തുകൊണ്ട് അവൻ കബിനിയിലോ ടൈഗർ റിസർവിലോ പോയിട്ട് ചെയ്തതായില്ല. പക്ഷെ അവന്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ക്രിയേറ്റീവാ. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ താല്പര്യം എന്ന് പറയുമ്പോൾ നമ്മൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഒരു കാലഘട്ടം വരെ ടൈഗറും എലഫന്റും മാത്രമായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നുമല്ല. അതൊക്കെ ഇവോൾവ് ആയി വന്ന് നമ്മളിപ്പം മിനിമലിസം അല്ലെങ്കിൽ തുമ്പി വെച്ചിട്ടാണെങ്കിലും എടുത്തു കഴിഞ്ഞാലും ഇത് നല്ലൊരു ഫ്രെയിം ആണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാം. അതിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്നത് അധികം ഞാനൊരു
ടെക്നിക്കലി എത്ര സൗണ്ട് ഇപ്പോൾ ഒരു ക്യാമറയുടെ നുക്ക് ആൻഡ് കോർണർ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ല. എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്നുണ്ട്, എനിക്ക് ചിലപ്പോൾ എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് കുറച്ച് സമയം എടുക്കും ഞാനതിന് ഇത് ചെയ്തു തരും. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു സബ്ജക്റ്റ് എവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് എങ്ങനെ എടുക്കണം, ഏത് സെറ്റിങ്സിൽ അന്നേരം ആ ഒരു സിറ്റുവേഷനിൽ ലൈറ്റ് അനുസരിച്ച് എങ്ങനെ എടുക്കണം എന്നുള്ളത് എനിക്കറിയാം. അത് ഞാൻ എൻ്റെ കാഴ്ചപ്പാടിലുള്ള സംഭവം മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു ഇൻകം വരും. പിന്നെ ഫോട്ടോ വിൽക്കണേ, പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം കുറച്ച് പട്ടിഷോയൊക്കെ കാണിച്ചൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് കൊളാബ്സും പരിപാടികളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഇൻകം വരും. പിന്നെ എന്തെങ്കിലും ബ്രാൻഡുമായിട്ടുള്ള കൊളാബുകൾ അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ കോൺട്രാക്ട്, ഇയർലി കോൺട്രാക്റ്റുകളൊക്കെ കിട്ടിയ മൊബൈൽ ഫോൺസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കിട്ടി അതിൽ നിന്നൊക്കെ ഡീസൻ്റ് ആയിട്ടുള്ള ഇൻകം വരും. ഇപ്പോൾ ഞാനങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പിന്നെ സ്കോപ്പൊക്കെ ഉണ്ട്, പക്ഷേ ഇറ്റ് ടേക്സ് ടൈം. അത് മാത്രമാണ് ആദ്യത്തെ ജോലി എന്നും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കഷ്ടപ്പെടും, ആദ്യം സ്ട്രഗിൾ ചെയ്യും. അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാം. ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് വേറെ ആൾ ചെയ്യാനില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് വിട്ടുപോകും. പിന്നെ ഇഫ് യു ഹാവ് ഇനഫ് മണി, യു ആർ റെഡി ടു എക്സ്പ്ലോർ, ദെൻ അബ്സല്യൂട്ട്ലി ഫൈൻ.